ഹലോ കൂട്ടുകാരെ, അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ 14-ാം തീയതി വാലൻറ്റൈൻസിനാണ് നമ്മൾ പ്രോഗ്രാം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പുറത്തൊരു ഇസ്താരയിൽ ചെയ്യാമെന്നാണ്. അതുപോലെ നമ്മളൊരു ഇസ്താര എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് കേട്ടോ. ഈവനിങ് ആണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ അൽക്കർജിലാണ് താമസിക്കുന്നത്. അതായത് റിയാദിൽ നിന്ന് വന്നിട്ട് അൽക്കർജിലാണ് താമസിക്കുന്നത്. അപ്പോൾ അൽക്കർജിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് പോണ യാത്രയിൽ കുഞ്ഞു കുഞ്ഞു വീഡിയോ കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നിസ്സാര ദൂരം തന്നെയുള്ളൂ കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ പന്തൊക്കെ എടുത്തിട്ടുണ്ട്, പിള്ളേർക്ക് ഒരു ആക്ടിവിറ്റി ഒക്കെ വേണമല്ലോ. അപ്പോൾ പന്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ പറഞ്ഞു കോഫി കുടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കോഫിയൊക്കെ മേടിച്ചു തന്നു കിട്ടാം. അപ്പോൾ നമ്മൾ പോണ യാത്ര വെച്ചാൽ നമ്മുടെ നാട്ടിൽ തികച്ചും നമ്മുടെ വീട്ടിലെ നാട്ടിലെ പ്രകൃതി രമണീയമായ കാര്യങ്ങളൊക്കെ വെട്ടുന്നത്, ബിൽഡിങ് സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവർ ചെയ്യുന്നത് പച്ചപ്പ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവിടെയാണ് ഇവരെ സമയങ്ങളൊക്കെ ആനന്ദകരമാക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞു ഒരു എന്താ പറയുക, ഒരു ഏരിയ ഇങ്ങനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഏരിയ സെറ്റ് ചെയ്യണമെന്നുണ്ട് ഇസ്താര എന്നൊക്കെ പറയുന്നത്. പിന്നെ കറക്റ്റായിട്ട് പ്രൊനൗൺസിയേഷൻ വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അറബിക് വേർഡായ കാരണം. അപ്പം നമ്മളെടുത്തുള്ള ഇസ്താരയിൽ നമുക്ക് നമ്മളൊരു 12 മണി, 1 മണി, ഒരു 3 മണി വരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളെടുത്തുള്ളത്. അപ്പോൾ ഒരു പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ടൈമായ കാരണം വെള്ളമൊന്നും ഉണ്ടാവില്ല, കാരണം ഫ്രീസായി പോകും. അത് കാരണം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ലൊക്കേഷൻ വെച്ച് നമ്മൾ എത്തിയിട്ടോ. ആദ്യം തന്നെ ഒരു ഫാമിലി എത്തിയിട്ടുണ്ട്, ബിജുവേട്ട ഫാമിലി എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് കയറി കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതുവരെ ഒരു ഫംഗ്ഷൻ പോലും ഇങ്ങനത്തെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മളെല്ലാവരും ഫാമിലി ഉള്ളപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലാണ് കൂടാറ്. പക്ഷെ നമുക്ക് ആൾക്കാർ കൂടി അതുപോലെ തന്നെ നമുക്ക് ഇത്തിരി കൂടി എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പുറത്തൊക്കെ ആൾക്കാരുള്ള കാരണം നമുക്ക് അധികം വോയിസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തന്നെ വളരെയധികം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മൂവ് ചെയ്യാറ്. അപ്പോൾ ഇപ്രാവശ്യം നമ്മളത് വേണ്ട, പുറത്ത് തന്നെ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് ഇത്തിരി കൂടി ഓടിക്കളിക്കാനും, എപ്പോഴും അകത്തല്ലേ കിടക്കുന്ന പിള്ളേർ, അപ്പോൾ അവരൊന്ന് പുറത്ത് എൻജോയ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മളെത്തുന്നതിന് മുന്നേ തന്നെ ചേച്ചി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാലഡ് ഉണ്ടാക്കാനുള്ളത് സെറ്റ് ചെയ്യണം. വരുമ്പോൾ തന്നെ നല്ല പാട്ടാട്ടോ വെച്ചുള്ളൂ. ബിജുവേട്ടൻ വോയിസും കാര്യങ്ങളൊക്കെ തന്നെ സബിൻ്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഞാൻ ക്യാമറയൊക്കെ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഏട്ടനോട് പറഞ്ഞു ഒക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഷൂട്ട് ചെയ്താൽ. അപ്പം ഞാൻ സാലഡിനുള്ളതൊക്കെ അരിയിലും ചേച്ചി അങ്ങനെ എല്ലാതും കൂടി ഫീൽ ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്കെല്ലാം കൂടി അരിയേണ്ട ആവശ്യമില്ല, മറ്റൊരു വന്നിട്ട് അവർക്കും കൊടുക്കേണ്ട പണി എന്നൊക്കെ പറയേണ്ട കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഹോള്, ഇവിടെ തന്നെ ഒരു ഇരിക്കാനുള്ള ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ പുറത്തുണ്ട്. ഇതുപോലെ തന്നെ പിന്നെ ബാർബിക്ക് സെറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ തീയിട്ടിട്ടുണം സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ളൊരു നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ തന്നെ ഉണ്ട്. അപ്പം നമ്മളിതിനെ കയറി വർത്തം വന്നിട്ടുണ്ട് കത്തിക്കാൻ. വല്ലത് മേത്തിക്ക് വീഴോ? കത്തിക്കണത് ഇത് ഗുണത്തിന്റെ ഗുണം കണ്ട അല്ലെങ്കിൽ എന്ന് വീശി ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് നല്ല തണുപ്പ് തന്നെയാണ് ഇവിടെ. പിന്നെ ഞങ്ങളുടേതായി കുറച്ച് പ്രഹസനത്തിന് പോയിട്ടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ മാത്യാണ് ഫോട്ടോസ് എടുത്ത് തരുന്നത്, ബിജുവേട്ടൻ്റെ മകൻ. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ അപ്പം തന്നെ ഞാൻ എൻ്റെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയും കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെ ഞങ്ങളുടെ കുറച്ച് ലീലാവിലാസങ്ങൾ ഇതിൽ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇസ്താര എടുത്ത് ഞങ്ങൾ പുറത്ത് പരിപാടി അവതരിപ്പിക്കുന്നത്. പക്ഷേ എന്താ പറയുക, ഞങ്ങൾ ഇതുപോലെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അപ്പോഴേക്കാണ് ഈ കുടിക്കുന്നത് ഈ അറബിക് കോഫിയാണ്. എനിക്കറിയാം, ഞാൻ കഴിക്കാറില്ല, എനിക്ക് പറ്റാറില്ല. പക്ഷേ ഇതിൻ്റെ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ലെങ്കിലും ഇവർ വളരെയധികം ആക്റ്റീവായിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എനിക്ക് പേടിയുണ്ടാകുന്ന ഇവർ ചാടുമ്പോഴൊക്കെ ഞാൻ സ്ലോപ്പായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് നല്ല ആഴം കൂടുകയാണല്ലോ. പിന്നെ ഉണ്ണികൾക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഇങ്ങനെ പിച്ചി പൊളിച്ചിട്ട് കൊടുത്തിട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ഓർക്കസ്ട്ര എന്നല്ല, നമ്മുടെ ഗാനമേളക്കാർ പുറത്തിറങ്ങി, സബും കാര്യങ്ങളൊക്കെ പുറത്തിറക്കി. അപ്പോൾ നല്ല രീതിയിൽ ഇവിടെ മൂപ്പിളിങ്ങനെ ബർബിക്ക് ഉണ്ടാക്കുക. അപ്പോൾ ചൂടോടക്കനെല്ലാം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പിള്ളേർക്കൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോയി ഇരുന്നു കേട്ടോ. കൈ കഴുകി വന്ന് മക്കൾക്ക് പൊട്ടിച്ചിട്ടതിന് ശേഷം കൈയൊക്കെ നല്ലപോലെ കഴുകി എല്ലാവരും നമുക്ക് ഇതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു സന്തോഷമല്ല. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതും അതുപോലെ ഒരുമിച്ചിരുന്ന് പാട്ടും കാടലും ഒക്കെ രസമായിട്ടാണ്. പിന്നെ നമ്മൾ ഇറങ്ങി പിന്നെ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കാൻ ഇറങ്ങിയിട്ടാണ്. തണുക്കുന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ മറന്നു പോകട്ടെ എല്ലാവരും കൂട്ടിയിട്ടുള്ള എൻജോയ്മെൻറ്റിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വോയിസൊക്കെ ഇതിലേക്ക്
കേൾപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കോപ്പിറൈറ്റ് വരുന്ന കാരണം കേട്ടോ നമ്മളിത് ചെയ്യാത്തത്. കാരണം പാട്ടിൻ്റെ ഒരു നേരിയ ശബ്ദം വന്നിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റ് പിടിക്കാത്ത കാരണം ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഈ പെൺതരിയാണ് കേട്ടോ നമ്മുടെ ഉള്ളൊരു പെൺതരി, ആകെപ്പാടുള്ളൊരു കുഞ്ഞു കുട്ടി. ഇവളങ്ങനെ ആരടുത്ത് അധികം അടുക്കണമെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ കുറേശ്ശെ എല്ലാവരുടെ അടുത്ത് അടുത്ത് തുടങ്ങിയത്. അത് കാരണം നമ്മളെല്ലാവരും അവളെ ഇടയ്ക്കിടയ്ക്ക് പോയി തോണ്ടും കേട്ടോ. നമ്മുടെ മക്കൾ ജ്യൂസുമ്മലാണ് കേട്ടോ ഫുള്ള്. നമ്മൾ പരമാവധി ഞാൻ ജ്യൂസ് കൊടുക്കാണ്ടിരിക്കുകയെന്ന് വെച്ചാൽ തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ അത് തന്നെ വേണം എന്നിട്ട് വാശി പിടിക്കായിരുന്നു. പിന്നെ ഞാൻ വിട്ടു കൊടുത്തു, എന്താ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഇതാ ഈ അനീഷ് ഉണ്ടല്ലോ മൈക്കയുടെ അടുത്ത് നിൽക്കുന്നത്, ഇവൻ മൈക്ക് ജീവിയാണ് കേട്ടോ. ഫുൾ ടൈം മൈക്കുമ്പോഴായിരുന്നു. നമുക്ക് അവൻ്റെ ഒന്ന് മൈക്ക് കിട്ടാൻ ഇത്തിരി കഷ്ടപ്പാടായിരുന്നു. പിന്നെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഏട്ടനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് മാറി നിന്നോളൂ, അധികം എൻ്റെ അടുത്ത് നിൽക്കണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടാകുന്നുണ്ട്. കാരണം ഏട്ടനറിയാം ഏട്ടൻ്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പിന്നെ അങ്ങനെ അധികം ഒട്ടാനൊന്നും പോയില്ല, എന്നാലും ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കക്ക് ഇടയ്ക്ക് വരും, ഇടയ്ക്ക് ഇത് കത്തിപ്പിടിച്ചു കേട്ടോ. ബാർബിക്ക് നമ്മൾ മര്യാദയ്ക്ക് വീശി കൊടുക്കാണ്ട് പെട്ടെന്ന് കത്തിപ്പിടിച്ചു. അപ്പം നമ്മളെല്ലാവരും അയ്യോ കരി ചെയ്യുന്നിട്ട്. പക്ഷെ നമുക്ക് ആ കരിഞ്ഞതായിരുന്നു കേട്ടോ ഇത്രയും കൂടി ടേസ്റ്റ്. കരിയല്ല, ഇത്രയും കൂടി പാകമായി. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല ഇങ്ങനെ ജ്യൂസി പോലെ ഇരുന്നായിരുന്നു. ഇത് ഇത്തിരി ഇങ്ങനെ ഹാർഡായപ്പോൾ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി ജാക്കറ്റ് എടുത്തിട്ടു അതിൻ്റെ ഉള്ളിൽ. അത് ഞാൻ പറയാൻ പറഞ്ഞു, നല്ല തണുപ്പാട്ടോ പുറത്ത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനേക്കാളും അത്രയും തണുപ്പാണ്. പക്ഷെ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്ന കാരണമാണ് ഇത് അധികം നമ്മൾ അറിയാത്തത്. എല്ലാവരും വായി നമുക്ക് ഒരുമിച്ച് നിന്ന് കളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ ഒരുവിധം നമ്മുടെ വയറിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ആശ്വാസമായി. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് മെല്ലെ ഇറങ്ങിയിട്ട് കളിക്കാനായിട്ട്. പാട്ടും നല്ല രസമുള്ള പാട്ടായിട്ട്. അത് നമ്മുടെ ഈ 14 രാവിൻ്റെ തിറ പോലെ വന്നുള്ള പാട്ടാണ് വെച്ചത്. അത് പാടല്ല ചെയ്ത് നമ്മൾ വോയിസ് കൊടുക്കുകയാണ്. നമ്മുടെ പാട്ട് മൊബൈലിൽ വെക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒന്നും കൂടി ആക്റ്റീവായിട്ട് എല്ലാവരും കൂടിയിട്ട്. പിന്നെ എനിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ഇരുന്ന് ഷിവർ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ പോയിട്ട് ഈ ബാർബിക്യൂവിൻ്റെ ഉള്ളിൽ ഈ ചൂട് പിടിക്കുന്നിടത്ത് പോയിട്ട് കൈയും കാലൊക്കെ ഇങ്ങനെ കൈ ഇങ്ങനെ ചൂടാക്കി കൊടുക്കും, തിരിഞ്ഞു കൊടുക്കും. അപ്പോൾ ഇവരെന്നെ കളിയാക്കി കണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്താടി നീ കാണിക്കുന്നത്, ആകെ കരിയിച്ച് കളയുകയും ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ചൂട് പിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇവരെന്നെ കളിയാക്കുന്നുണ്ട്. ഇവനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ഓരോന്നും ഇങ്ങനെ കുസൃതിത്തരങ്ങൾ കാണിക്കണം. കാരണം അവർക്ക് എല്ലാവർക്കും ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പാട്ട് തകൃതി നടക്കുന്നുണ്ട് കേട്ടോ. ആരും ഒരു ഷെയ്മേഡില്ലാണ്ട് എല്ലാവരും പാട്ട് പാടുന്നുണ്ട് കേട്ടോ. മക്കൾ കുറച്ച് നേരം പുറത്ത് വന്നിരുന്ന് കളിക്കും, പിന്നെ അകത്ത് കയറും. അങ്ങനെ ആയിരുന്നു കേട്ടോ. അവർക്ക് തണുപ്പ് തീരെ പറ്റുന്നുണ്ടാകുന്നില്ല. അപ്പോൾ പിന്നെ റൂമും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അതിൻ്റെ ഉള്ളിലാട്ടോ അവർ കയറി കളിച്ചിരുന്നത്. അവരതിൻ്റെ ഉള്ളിൽ ആന കളിക്കൽ, കുതിര കളിക്കൽ, അതുപോലെ തന്നെ ബസ് ഓടിച്ച് കളിക്കലൊക്കെ ആയിരുന്നു അവരെ പരിപാടികൾ. പാട്ടുകൾ എല്ലാവരോടും പഠിച്ചു വരാൻ തന്നെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും പാട്ട് പഠിക്കണമെന്ന് മുന്നേ തന്നെ ഫോൺ ചെയ്ത് കാരണം എല്ലാവരും ഓരോ പാട്ട് പഠിച്ച് വരണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. വന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളും പാട്ട് പാടിയിട്ടുണ്ട്. മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൈയും കാലൊന്നും പൊന്നില്ല കേട്ടോ തണുത്തിട്ട്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു കേട്ടോ. മക്കൾ ഇതിൻ്റെ ഇടയിൽ കുഞ്ഞു കുസൃതിയും കാര്യങ്ങളൊക്കെ ഒപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരങ്ങനെ അത് ബോധർ ചെയ്യുന്നുണ്ടാകുന്നില്ല കേട്ടോ. എന്തായാലും ചെയ്യിക്കോട്ടെ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ തണുപ്പ് കൂടിയപ്പോൾ സ്പീക്കർ എടുത്തിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അകത്ത് കയറി. പിന്നെ ഇവരെല്ലാവരും കൂടി ഗ്രൂപ്പ് സോങ് കാര്യങ്ങളൊക്കെ ഇട്ട്. പിന്നെ ഞാൻ ഏട്ടനും കൂടിയിട്ട് ഒരു പാട്ട് പാടി. ഏട്ടൻ എനിക്ക് കുറച്ച് പാടാൻ വന്നിരുന്നുണ്ട്. പിന്നെ അപ്പൂസ് വന്നിട്ട് ഞാൻ പാടാൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പാടിയിട്ടുള്ളത് അപ്പൂസ് കേട്ടോ കേട്ടോ. മറ്റേ നല്ലൊരു ഇളങ്കവുങ്ങ് അതാട്ടോ പാടിയത്. അതുകൊണ്ടാണ് അപ്പൂസ് വന്നിട്ട് പാടുന്നത്. അപ്പൂസ് അത് നല്ലപോലെ എൻ്റെ ഒപ്പം തന്നെ പാടാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, നമ്മളത് അടിച്ച് തകർത്തില്ല എന്നുള്ളൂ. അത്രയും വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേർ അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കാണാം കേട്ടോ. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സെറ്റിങ് കാര്യങ്ങളൊക്കെ അവരുടേതായ ഇൻറ്റീരിയർ ആക്കി മാറ്റിയിട്ടുണ്ട്. എന്താ പറയുക, ട്രെയിനാക്കി, ബസ്സാക്കി, അതിൻ്റെ മുകളിൽ നിന്ന് മറിയിലേ അങ്ങനെയൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് നമ്മളൊന്ന് പോയി അവർ നോക്കും. കാരണം ചെറിയ കുഞ്ഞു പണക്കങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നടന്നിരുന്നു. അപ്പോൾ അതൊക്കെ ശരിയാക്കി നമ്മൾ അവരെന്നെ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോയിട്ടാണ്. പെട്ടെന്ന് ഇവരെന്നെ ഒന്നും കാണണ്ടായിട്ടാ. ഇവരൊക്കെ എവിടേക്കോ പോയിട്ടാ. ഈ ഏട്ടനെ കിടന്ന് ഓരോ കുസൃതി കാണിക്കുമ്പോഴുള്ള സംഭവങ്ങളായിട്ട് ഞാൻ പാട്ട് നിർത്തിയിട്ട് ഓടിപ്പോയതാട്ടെ കണ്ടത്. പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല നമ്മുടെ പരിമല ചെരുവിലെ പതിപ്പുരവി ആ പാട്ട് വെച്ചിട്ടാ. അപ്പോൾ അതിനുള്ള ഡാൻസും കാര്യങ്ങളാട്ടോ എല്ലാവരും നല്ലപോലെ മാക്സിമം ചെയ്യും. അപ്പോൾ ഇതിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ നേരത്താട്ടെ ഞാൻ ആൻ്റണിയുടെ മോൻ കിടന്ന് കളിക്കണത്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു അവൻ്റെ കളി കാണാൻ. ഞാനിപ്പോഴാണ് ആ വീഡിയോ കണ്ടത്. അവൻ്റെ ക്യാമറയൊക്കെ പൊസിഷൻ മാറ്റിയത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണ നേരത്താണ് കാണുന്നത്. കാരണം വീഡിയോ വേറെ ആംഗിളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അത് മാറ്റുമ്പോൾ തന്നെ വിജയേട്ടൻ മോൻ പറഞ്ഞിട്ട് ഇങ്ങനെയല്ലടാ അങ്ങനെ വെക്കുന്നൊക്കെ. ഇതിൻ്റെ ഇടയിൽ തന്നൊരു സർപ്രൈസ് ആയിട്ട് ഇത് കാണുന്നത്. നമുക്ക് വാലൻറ്റൈൻസിനായിട്ട് അന്ന് ഇവർ തന്നൊരു ചെറിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. ഇത് ഞങ്ങൾ വളരെയധികം എന്താ പറയുക പെട്ടെന്നുള്ളൊരു സംഭവമായിപ്പോയി. പിന്നെ യാത്ര പറഞ്ഞിറങ്ങി എന്താട്ടെ വീഡിയോ ആട്ടോ. എല്ലാവരോടും നമ്മൾ ബൈ പറഞ്ഞ് ഇറങ്ങാം. അപ്പോൾ അതാണ് നമ്മുടെ 14-ാം തീയതി വിശേഷം കാര്യങ്ങൾ. താങ്ക് യു. വരുമ്പോഴുള്ള സുഖമൊന്നുമില്ലല്ലേ തിരിച്ചു പോകുമ്പോൾ? വരുമ്പോഴുള്ള സുഖമൊന്നുമില്ലല്ലേ?